വെൽക്കം സായിറാം. ഞാനിപ്പോ സായിബാബയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതായത് സായിബാബ ഒരു പാറയിൽ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. എപ്പോഴും അങ്ങനെ തന്നെ നടക്കുമ്പോഴൊക്കെ ഒറ്റയ്ക്കാണ് സംസാരിച്ചു കൊണ്ട് നടക്കുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിച്ചിട്ടിരിക്കുമ്പോൾ അതുവഴിക്ക് ചാന്തുവായി പാട്ടിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങനെ വരികയായിരുന്നു. സായിറ, ഞാൻ തോട്ടത്തിലാണ് ഇപ്പൊ നടന്നുകൊണ്ടേ സംസാരിക്കുകയാണ്, വരമ്പത്താണ്. അതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കാത്തത്. നോക്കി നടക്കണം, അതുകൊണ്ടാണ്, ക്ഷമിക്കണം. പിന്നെ അങ്ങനെ ചാന്തുബായി പാട്ടില് തൻ്റെ കുതിരയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരഞ്ഞു വരികയായിരുന്നു. അപ്പോൾ ഒരു പാറയില് സായിബാബ പാറച്ചോട്ടില് ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. അവരതൊന്നും നോക്കാതെ വിജിലി വിജിലി പറഞ്ഞ് വിളിച്ചിട്ട് അങ്ങനെ നടക്കുകയാണ്. വിജിലി എന്ന് പറഞ്ഞാൽ ആ കുതിരയുടെ പേരാണ് വിജിലി. അപ്പോ അവിടെ സായിബാബ കണ്ടിട്ട് ഒന്നും പറഞ്ഞില്ല. സായിബാബയും ഒന്നും മിണ്ടിയില്ല. ചാന്തുബായി പാട്ടിലും ഒന്നും മിണ്ടിയില്ല. ചാന്തുബായി പാട്ടിൽ നോക്കിയിട്ട് അവരും പിന്നെയും വീണ്ടും നടക്കുകയായിരുന്നു, വിജിലി വിജിലി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സായിബാബയും ഒന്നും മിണ്ടിയില്ല. അങ്ങനെ കുറെ ദൂരം പോയ ശേഷം സായിബാബ ചോദിക്കുകയായിരുന്നു, ചാന്തുബായി പാട്ടിൽ എവിടെ പോകുകയാണെന്ന്. അപ്പോൾ അവര് തിരിഞ്ഞു നോക്കി. എൻ്റെ പേര് നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയുന്നതെന്ന് കേട്ടു. എനിക്ക് നിന്റെ പേര് മാത്രമല്ല നിന്റെ കുതിര എവിടെയുണ്ടെന്ന് കൂടെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. അതെങ്ങനെയാ നിങ്ങൾക്ക് അറിഞ്ഞത് ഞാൻ കുതിരയാണ് തേടിക്കൊണ്ട് വന്നത് എന്നുള്ളത് എന്ന് ചോദിക്കും. അതന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞു. ശരി പറഞ്ഞിട്ട് അവര് ചാന്തുബായി പാട്ടില് സായിബാബയുടെ അടുത്ത് വരികയായിരുന്നു. അപ്പോൾ വന്ന് സായിബാബ എന്നാ കുതിരയെ കാണിച്ചു തരൂ, നിങ്ങൾ കണ്ടിരുന്നോ, ഇതുവഴി വന്നോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടിരിക്കുമ്പോഴാണ് സായിബാബ വിജിലി എന്നൊരു വിജിലി എന്ന് വിളിച്ചതും ആ കുതിര എവിടെ നോന്ന് ഓടി വരികയായിരുന്നു. ഓടി വന്ന് സായിബാബയുടെ മുന്നിൽ വന്ന് നിൽക്കുകയും ചാന്തുബായി പാട്ടിൽ അതിശയത്തോടെ നോക്കുകയായിരുന്നു. ഇത് സാധാരണ മനുഷ്യനല്ല, ഇത് ദൈവമാണ്, ദൈവപുത്രനാണ് എന്ന് പറഞ്ഞ് സായിബാബയുടെ കാൽക്കൽ വീണ് തൊഴുത ശേഷം അങ്ങനെ ബാബനെ കുറെ നേരം അവർ സംസാരിച്ചിരുന്നിട്ട് പുറപ്പെടുമ്പോൾ ഈ ആ കാലത്തൊക്കെ ഈ ഹൂക്ക പറയുന്ന ഒരു സാധനമുണ്ട്, വലിക്കുന്ന ഒരു സാധനം, പുകയില വെച്ചിട്ട് വലിക്കുന്ന ഒരു സാധനം. അപ്പൊ ഈ പുകയില വലിക്കാനായിട്ട് ഇത് എടുത്തിട്ട് ഇരിക്കുമ്പോൾ അതിന് കുറച്ച് തീയും വെള്ളവും വേണം. വെള്ളം നനച്ച് ഈ തീയിൽ കാച്ചിട്ടാണ് അത്ര അത് വലിക്കുന്നത്. അപ്പോ അവരെടുത്ത് നോക്കുമ്പോ ബാബ ചോദിക്കുകയായിരുന്നു, എന്താണ് തിരിയുന്നതെന്ന്. അപ്പൊ ഹൂക്ക വലിക്കണമെന്നുണ്ട്, പക്ഷെ ഇപ്പൊ തീയൊന്നും ഇല്ലല്ലോ. തീയും വേണം വെള്ളവും വേണം, അതൊന്നും ഇല്ലല്ലോ, സാരമില്ല എന്ന് പറഞ്ഞിട്ട് അവര് വീണ്ടും എടുത്ത സ്ഥലത്ത് തന്നെ വെക്കാൻ പോവുകയാണ്. അപ്പോ ബാബ പറഞ്ഞു, നിനക്കിപ്പോ എന്താ ഹൂക്ക വലിക്കണം അല്ലേ, അത്രയല്ലേ ഉള്ളൂ, ഇവിടെ വരൂന്ന് പറഞ്ഞിട്ട് അവര് താഴത്തോട്ട് ഒരു തട്ടുകയായിരുന്നു. തട്ടുമ്പോ തീയും ഒരു തട്ടിയതും വെള്ളവും വരികയായിരുന്നു. അവര് ചാന്തുബായി പാട്ടില് അങ്ങനെ അതിശയത്തോടെ ദൈവമേ തന്നെ, ഇത് വേറെ ആരുമല്ല, ദൈവം തന്നെയാണ് എന്ന് പറഞ്ഞ് സായിബാബ പറഞ്ഞിട്ട് കാൽക്കൽ വീഴുകയായിരുന്നു. അവർക്ക് ഫസ്റ്റൊന്നും സായിബാബയെ അറിയില്ലായിരുന്നു, അത്രയ്ക്ക് കണ്ടിട്ടുണ്ട്. പക്ഷെ സായിബാബ അങ്ങനെ ഒരു മഹാനാണ് എന്നുള്ളത് ചാന്തുബായി പാട്ടലിന് പിന്നെയാണ് അറിഞ്ഞത്. അതേപോലെ സായിബാബ മസൂദിയിൽ ഇരുന്നിട്ട് ചിലപ്പോഴൊക്കെ അവിടെ ഖണ്ഡൂബ ക്ഷേത്രമുണ്ട്, അതായത് കുടുംബക്ഷേത്രമാണ് അവിടുത്തെ. അപ്പോൾ കുടുംബക്ഷേത്രത്തിലായിരുന്നു മകൾ സബതിയൊക്കെ പൂജ കഴിക്കുന്നത്. അപ്പോൾ സായിബാബയൊക്കെ ഇടയ്ക്കൊക്കെ അവിടെയും പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സായിബാബ എണ്ണ എല്ലാവിടെയും പോയി, എണ്ണ കടകളിലൊക്കെ പോയി എണ്ണ ചോദിച്ച് വാങ്ങിയിട്ട് വന്നിട്ട് മസൂദിയിൽ വിളക്ക് തെളിയിക്കുമായിരുന്നു എപ്പോഴും. അപ്പോൾ വിളക്ക് തെളിയിക്കുമ്പോൾ ഇവര് വിചാരിച്ചിരിക്കുകയാണ് മുസ്ലിമാണ്, കുറച്ച് പേര് മുസ്ലിമാണ്, സായിബാബ ഞങ്ങളുടെയാണ് എന്ന് മുസ്ലിം വിചാരിച്ചു. ഇവര്
എല്ലാ ക്ഷേത്രത്തിലും പോകുന്നത് കൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും പോട്ടി, ഹിന്ദുവിനും മുസ്ലിമിനും ഒരു ഇത് ഞങ്ങളുടെയാണോ ബാബ, ഞങ്ങളുടെയാണോ ബാബ എന്ന്. അപ്പോ സഗണികളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പൊ ഇവര് പറഞ്ഞു കൊടുക്കുകയായിരുന്നു, പിന്നെ നിങ്ങളുടെ ബാബ എന്ന് പറയുന്നവര് ഹിന്ദു ക്ഷേത്രത്തിലൊക്കെ പോയി വിളക്ക് തെളിയിക്കുകയാണ്. പിന്നെ അങ്ങനെ വന്ന് നിങ്ങളുടെ മസൂതിയില് വിളക്ക് തെളിയിച്ചിട്ട് അവര് ഹിന്ദു ആണെന്നാ പറയുന്നത്. പിന്നെ നിങ്ങളുടെ മസൂതിയിൽ വന്നിട്ടാണ് അവര് വിളക്ക് തെളിയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇവര് പോയി എണ്ണ കടക്കാരൻ്റെ അടുത്തൊക്കെ പോയി, നീ ബാബ വന്നു വച്ചാൽ എണ്ണയൊന്നും കൊടുക്കരുത്, പിന്നെ മസൂതിയിൽ വന്ന് ഇങ്ങനെ ദീപമൊക്കെ ഏറ്റിട്ടിരിക്കുകയാണ് ബാബ, അതുകൊണ്ട് ആരും എണ്ണ കൊടുക്കരുത് എന്ന് പറഞ്ഞു വെക്കും. ശരി പറഞ്ഞ് പിറ്റേ ദിവസം സായിബാബ പിന്നെ എണ്ണ തരൂ, എണ്ണയ്ക്ക് കുറച്ച് എണ്ണ തരൂ എന്ന് ചോദിക്കുകയായിരുന്നു. അപ്പോൾ ആരും കൊടുത്തില്ല. ഇല്ല ബാബ, നിങ്ങൾക്ക് എണ്ണ തരില്ല, നിങ്ങൾ പൊക്കോളൂ പറയും. ശരി, ദൈവം നിങ്ങളെ കാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സായിബാബ പോയിക്കൊള്ളും. അപ്പോൾ ഈ കുൽക്കർണിയും മറ്റുള്ളവരൊക്കെ ചേർന്നിട്ട്, ഇവരിന്ന് എങ്ങനെയാണ് വിളക്ക് തെളിയിക്കുകയെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ, മസൂതിയിൽ ഇരുന്നൊക്കെ വിളക്ക് തെളിയിക്കലും ഇതൊക്കെ ഒന്ന് അങ്ങ് കാണാൻ തന്നെ പോകുന്നു, ദൈവമാണ് പറഞ്ഞിട്ടല്ലേ ഇരിക്കുന്നത്, എങ്ങനെ വിളക്ക് തെളിയിക്കും എന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ചേർന്ന് പറയുകയായിരുന്നു. അപ്പോൾ സായിബാബ പിന്നെ വിളക്ക് തെളിയിക്കാനായിട്ട് ഒരു കപ്പ് വെള്ളം എടുത്ത് കുറച്ച് കുടിക്കും, കുറച്ച് വായിൽ വെച്ച ശേഷം അങ്ങനെ ഈ വിളക്കുകളിലൊക്കെ ഒഴിച്ച് ദീപം ഏറ്റുകയായിരുന്നു. പച്ചവെള്ളത്തിൽ, ഒരു കപ്പ് വെള്ളത്തിൽ എല്ലാ വിളക്കിലും ഒഴിച്ച് ബാബ ദീപം ഏറ്റുകയായിരുന്നു. ആ മഹാൻ നോക്കി ഇവരൊക്കെ ഭ്രമിച്ചു പോയി. സായിബാബ പച്ചവെള്ളത്തിൽ ദീപം ഏറ്റുന്നത് കണ്ടിട്ട് പിന്നെ അവരും അങ്ങനെ ഭക്തരായി. പിന്നെ സായിബാബയെ കുറിച്ച് ഒട്ടധികം പറയാനുണ്ട്, പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളാണ്. പിന്നെ ബാബുജി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ദേഹം ഫുള്ളും പുണ്ണാണ്, അതായത് അവർക്ക് കുഷ്ഠരോഗമാണ്. അങ്ങനെ കുഷ്ഠരോഗം നടക്കുമ്പോൾ ആരും അവരെ ചേർത്തില്ല. ആ റോട്ടിൽ കൂടെ വന്നാൽ പോലും എല്ലാവരും കതകടച്ചു, ജനലൊക്കെ അടച്ചിട്ടാണ് ഇരിക്കുന്നത്. അവരെയൊന്നും എവിടെയും കാണുകയോ അവര് എതിരെ വന്നു പറഞ്ഞാൽ ചീത്ത വിളിക്കുകയോ ഒക്കെ ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബാബുജിക്ക് ദേഹം ഫുള്ളും പൊട്ടിയൊലിച്ച് പിന്നെ ഒരുപാട് സ്മെല്ലോടെ കൂടിയാണ് അവരിയ്ക്കുന്നത്. അപ്പോഴാണ് റോട്ടിൽ ഒരു ദിവസം അങ്ങനെ നടന്നു വരുമ്പോൾ വേദന കൊണ്ട് കരയുകയായിരുന്നു. അയ്യോ, എനിക്ക് വേദന സഹിക്കാൻ വയ്യ, പിന്നെ ഞാൻ എന്ത് ചെയ്യും, ബാബ ബാബ പറഞ്ഞുകൊണ്ട് അങ്ങനെ അപ്പ പറയാന്ന്. ആ കാലത്ത് ബാബ പറഞ്ഞ അപ്പ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ബാബ ബാബ പറഞ്ഞിട്ട് അങ്ങനെ കരയായിരുന്നു. അപ്പൊ ബാബ ഓടി വരികയായിരുന്നു. ഓടി വന്ന് ആ ബാബുജിയെ എടുക്കുകയായിരുന്നു. എടുത്തപ്പോ, അയ്യോ, നീ എന്തിനാ എന്നെ എടുക്കുന്നത്, എന്നെ തൊടരുതേ ബാബ, നിങ്ങൾ എന്നെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ആരും ചേർത്തില്ല, നിങ്ങൾ എന്നെ തൊടരുതേ എന്ന് പറയും. അപ്പോൾ സായിബാബ പറയും, സാരമില്ല, എല്ലാം ദേഹത്തെല്ലാം പുണ്ണ്, മനുഷ്യന്മാർക്ക് മനസ്സിൻ്റെ ഉള്ളിലാണ് എല്ലാം പുണ്ണുള്ളത് പറഞ്ഞിട്ട് ആ ബാബുജിയെ തൻ്റെ തോളത്തേറ്റി ദ്വാരകമായിൽ കൊണ്ടുവയ്ക്കുകയായിരുന്നു. അതിനുശേഷം ബാബുജി അവിടെ ഇരുന്നു. പിന്നെ സായിബാബ പിന്നെ ധുനി കൊളുത്തുകയായിരുന്നു. ധുനി കൊളുത്തി ശേഷം അത് കത്തി, ആ പുകകളൊക്കെ ബാബുജിക്ക് കൊള്ളാനായിട്ട് അടുത്തുകൊണ്ട് ഇരുത്തി. പിന്നെ ബാബുജി കിടന്നുറങ്ങുകയായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ ഇനി അടുത്ത വീഡിയോ